അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് നേരം വൈബ് വിശദീകരിച്ചതുകൊണ്ട് നമ്മൾ ഇസ്തിഹാസം മറന്നുവെന്ന് കരുതണ്ട. സുന്യളവാദം മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കൽ. അപ്പോൾ ഞാൻ ചോദിച്ചു വരുന്നത്, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കൽ തൗഹീദാണെന്ന് സുന്നികൾ പറയുന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സ്വഹാബി തന്റെ ഖബറിങ്കൽ വന്നുകൊണ്ട് ഇസ്തിഹാസ നടത്തിയിട്ടുണ്ടോ, സഹായം ചോദിച്ചിട്ടുണ്ടോ എന്ന് ഒന്നാമത്തെ ചോദ്യം. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഹാസ എന്ന് പറയുന്ന ഈ പ്രവർത്തനം തൗഹീദാണെങ്കിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലെങ്കിൽ സ്വഹാബത്തോ നമുക്ക് കാണിച്ചു തരണം. നിങ്ങൾ ചെയ്യുന്നത് പോലെ മരിച്ചുപോയ മഹാത്മാക്കൾ അവർ മരിച്ചതിന് ശേഷം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള പ്രവർത്തനം അത് ശരിയാണ്, അത് തൗഹീദാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ അത് തൗഹീദാണ് എന്ന് വരികയാണെങ്കിൽ നിങ്ങളും മക്കത്തെ മുശ്രിക്കുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കൂട്ടരെ ഉള്ളത്? കാരണം അവരെ പഠിച്ചു നോക്കുമ്പോൾ, ഇഅ്തിഖാദുൽ മുശ്രിക്കീൻ പഠിച്ചു നോക്കുമ്പോൾ, അവരുടെ വിശ്വാസം പഠിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയും, തീർച്ചയായും അവർ വിളിച്ചിരുന്നത് ഒരിക്കലും ബിംബങ്ങളെയല്ല, ചാർത്തി വെച്ചിരിക്കുന്ന കിടത്തി വെച്ചിരിക്കുന്ന ബിംബങ്ങൾ അവരെ സഹായിക്കുമെന്നുള്ള ഉദ്ദേശമല്ല അവർക്കുണ്ടായിരുന്നത്. മരിച്ചുപോയ ലാത്തയും മുസ്സയും പോലത്തെ വലിയ വലിയ മഹാന്മാർ അവരെ സഹായിക്കുമെന്നുള്ള ഉദ്ദേശമായിരുന്നു. സ്വമദീയത്ത് അവർ ആരോപിച്ചിട്ടില്ല. സ്വമദീയത്ത് ആരോപിക്കാതെ മക്കത്തെ മുശ്രിക്കുകളുടെ പ്രവർത്തനം അത് തെറ്റാവുകയും സ്വമദീയത്ത് ആരോപിക്കാതെ നിങ്ങളുടെ പ്രവർത്തനം ശരിയാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മാത്രമാണ് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്. നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആദ്യമായിട്ട് ചോദ്യം, ഞാൻ മറുപടി എല്ലാവരും കേൾക്കും. ആദ്യത്തെ ചോദ്യം എന്താണ്? ഏതെങ്കിലും ഒരു സ്വഹാബി റസൂലിന്റെ ഖബറിടത്തിൽ പോയി സഹായാർത്ഥന, നിങ്ങൾ ഈ പറയുന്നത് പോലെ സഹായാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. മറുപടി ഉണ്ട്. ആ മറുപടി. ഇനി അപ്പൊ എന്താണെങ്കിലും ചോദ്യം ഉണ്ടാവും, ഞാൻ പറയാം. ഇതെവിടെ അൽബിദായ വന്നിഹായ, ഇത് അൽബിദായ വന്നിഹായാണ് ഇബ്നു കസീറിന്റെ. അതിൽ അദ്ദേഹം ഇമാം ബൈഹഖി പറഞ്ഞതായി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് ഞാൻ വായിക്കാം, ശരിക്ക് കേട്ടോളിയും അതിന്റെ സനദൊക്കെ ശരിക്ക് മനസ്സിലായിച്ചു. ഈ വാളും കുന്തേറ്റ് ഇറങ്ങണ്ട, അതിനെ ഞാൻ പറയും. അഖ്ബറന അബൂനസ്ർ ഇബ്നു ഖതാദ വ അബൂബക്രിൻ അൽ ഫാരിസിയു ഖാല ഹദ്ദസനാ അബൂ ഉമർ ഇബ്നു മത്തർ ഹദ്ദസനാ ഇബ്രാഹിം ഇബ്നു അലി അൽ-സിഹ്ലിയു ഹദ്ദസനാ യഹ്യ ഇബ്നു യഹ്യ ഹദ്ദസനാ അബൂ മുആവിയത അനിൽ അഅ്മശി അൻ നബി സ്വാലിഹിൻ അൻ മാലികിൻ ഖാല അസാബൻ നാസ കഹ്തുൻ. ഇനി ഞാൻ അർത്ഥം വെക്കാം, അതേ പരമ്പരയാണ്. ജനങ്ങൾക്കെത്തി കഹ്തുൻ, വെള്ളക്ഷാമം. എന്ന് ഫീ സമനി ഉമറ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഭരണകാലത്ത്. അന്നിപ്പോ എന്തായാലും റസൂല് മരിച്ചിട്ടുണ്ടല്ലോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്ത്. അതിലിപ്പോ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. എപ്പ എന്താ ചെയ്തത്? പടച്ചോനെ അലൈസല്ലാഹു ബി കാഫിൻ അബ്ദുഹു, ജീവിതകാലത്തോലെ എന്തേ ചെയ്തീനെ നമ്മൾ നേരത്തെ പറഞ്ഞു. റസൂലിനോട് മഴയില്ല, മൂസാ നബിനോട് പറഞ്ഞു വെള്ളമില്ല, നേരിട്ട് പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കാണുന്നില്ല. എന്തോ ആട്ടെ, ഏതായാലും മരണശേഷം മോൽ ആ സ്വഭാവം തന്നെ സ്വീകരിക്കുന്നത്. ഒരാൾ വന്നു ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്കാ വന്നത്. പള്ളിക്ക് പോയി പടച്ചവനെ എന്ന് പറഞ്ഞത് ആർക്കല്ല, ഖബറിങ്ങക്ക മൂപ്പര് വന്ന്. അപ്പൊ കാല വന്നിട്ടെന്തേ പറഞ്ഞത്? യാ റസൂലല്ലാഹ്, മരിച്ച ആളെ വിളിച്ചു. ഇസ്തസ്കി, ഒന്ന് മഴയെ തേടണം. കണ്ടോ, അവിടെ നേരത്തെ ഇസ്തിസ്കാ തന്നെയാണ് ഇവിടെയുള്ളത്. നേരത്തെ പറഞ്ഞ അതേ ഇസ്തിസ്കാ തന്നെയാണ് ഇവിടെ. ഇസ്തസ്കി, മഴയെ തേടണം മരിച്ച നബിനോട്. ആർക്ക് വേണ്ടി? ഉമ്മത്തിക്കാ, തങ്ങളുടെ സമൂഹത്തിന് വേണ്ടി. എന്താണ് സമൂഹത്തിന് വേണ്ടി നിങ്ങളൊന്ന് മഴയെ തേടണം? ഫൈന്നഹും ഖദ് ഹലകൂ, തീർച്ചയായും വെള്ളമില്ലാതെ അവർ നശിച്ചിരിക്കുന്നു നബിയേ. മരണപ്പെട്ടു പോയ നബി ഇപ്പൊ ഭൗതിക നിലക്കാൻ സഹായിക്കാന്ന് ഇവർ പറയുമല്ലെന്ന് നമുക്കറിയില്ല. ഏതായാലും ബുദ്ധിയുള്ള ആളുകൾക്ക് മാന്യമായി നിഷ്പക്ഷമതികളായിരിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം. ഇത് തൗഹീദിന്റെയും ശിർക്കിന്റെയും വിഷയമാണ്, നമ്മൾ ആസനം സലാമത്താകുന്ന വിഷയമാണ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. ഇവര് വെള്ളമില്ലാതെ നശിച്ചിരിക്കുന്നു എന്നാണ്, ഹലക്കാന നശിച്ചു എന്നാണ്. അങ്ങനെ ഒരാൾ പോയി റസൂലിനോട് സഹായം തേടി. അപ്പൊ വഫാത്തിന് ശേഷം വഫാത്തായ റസൂലിനെ ഖബറിങ്കൽ പോയിട്ട് മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടു വന്ന മഴ ഒന്ന് വാങ്ങിത്തരണം എന്നാ റസൂലിനോട് പറഞ്ഞത്. അതെന്നെ മൂസാ നബിനോടും പറഞ്ഞു.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു ഫിൽ മനാമി, സ്വപ്നത്തിൽ. റസൂലിന്റെ മരണശേഷമൊക്കെ അധികം സ്വപ്നത്തിലാ ബന്ധപ്പെടാറുള്ളത്. എന്നെ നിങ്ങൾ ഒരാൾ സ്വപ്നം കണ്ട എന്നെ തന്നെയാണ് കണ്ടത്, ശൈത്താൻ എന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞ ഹദീസ് സഹിയായ ഹദീസാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. സ്വപ്നത്തിൽ വന്നു ഫഖാല, എന്നിട്ട് പറഞ്ഞത് എന്താ? ഈത്തി ഉമറ, അന്നത്തെ ഖലീഫ ഉമറാണല്ലോ നേതാവ്. അപ്പൊ അവിടെ ഇനി തവസ്സുൽ ചെയ്യാനാ റസൂലുള്ളാഹി പറയുന്നു, നേരിട്ട് മാറ്റുന്നല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെടുത്ത് പോകണം, എന്നിട്ട് എന്റെ സലാം ഒന്ന് പറയണം, എന്നിട്ട് നിങ്ങൾക്ക് മഴ കിട്ടുമെന്ന സന്തോഷ വാർത്തയും പറയണം എന്ന സ്വപ്നത്തിലൂടെ പറയുന്നത്. എന്നിട്ട് കുല്ലഹു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയണം, അലൈക ബിൽ കയ്യിസ് അൽ കയ്യിസ്, ഒന്ന് കടുപ്പം കുറച്ച് ഭരിക്കണം എന്നൊരു നിർദ്ദേശവും നൽകണം. അങ്ങനെ ഫഅതറജുലു, ഈ ആള് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെടുത്ത് വന്നു. ഫഖാല യാ റബ്ബി, പടച്ചവനെ, ഇത് കേട്ട റസൂലൊന്ന് കടുപ്പം കുറക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തോ എന്നിൽ വല്ല അമിതമായിട്ട് വല്ലതും വന്നു പോയോ എന്ന് മനസ്സിലാക്കി, യാ റബ്ബി മാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു, പടച്ചവനെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഭരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പടച്ചവനോട് പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇബ്നു കസീർ പറയാണ്, വഹാദാ ഇസ്നാദുൻ സഹീഹുൻ, ഇത് ശരിയായ പരമ്പരയാണ്, ഇതിന്റെ പരമ്പരയിൽ അയോഗ്യരായ ഒരാൾ പോലും ഇല്ല എന്ന് ഇബ്നു കസീർ പറഞ്ഞു. അതന്നെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്തുൽ ബാരിയിലും പറഞ്ഞു, ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ റസൂലിന് ശേഷം, വഫാത്തിന് ശേഷം റസൂലിന്റെ ഖബറിൽ പോയി സുന്നികൾ ചെയ്യുന്നത് പോലെ ഒരാൾ ഇസ്തിഗാസ നടത്തി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അത് അംഗീകരിച്ചു. അതാണ് ഒന്നാമത്തെ ചോദ്യം. അതായിരുന്നു ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അല്ല, ഇത് പങ്കെടുക്കുന്ന ചോദ്യത്തിന് മറുപടി ആയോ അല്ലേ? ഇതിൽ വല്ല സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി. അവിടെ പറഞ്ഞത് റജുൽ എന്നല്ലേ, ഏതോ ഒരു മനുഷ്യൻ വന്ന്. അതിപ്പോ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഏതോ ഒരാൾ, അങ്ങനെ എത്ര ആൾക്കാർ ഇപ്പൊ ഇവിടെ മമ്പർത്ത് കൊണ്ട്, അങ്ങനെ എത്ര ആൾക്കാർ ഇവിടെ മമ്പർത്ത് കൊണ്ട്. ശരിയാണ്. അദ്ദേഹം ചോദിച്ചു ഏതൊരാൾ വന്നു നാളെ തിരിയിലാണ്. അത് ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന സഹാബിയാണെന്ന് പറഞ്ഞാ പോരാ. അതെ, തെളിവ് ഞാൻ പറയാം. ഫത്തുൽ ബാരി ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ 3-ാം വാള്യത്തിൽ കിതാബുൽ ഇസ്തിസായിൽ ഹദീസ് ഉദ്ധരിച്ച സ്ഥലത്ത് വഖദ് റവാ സൈഫുൻ ഫിൽ ഫുതൂഹി, സൈഫ് എന്ന പണ്ഡിതൻ ഫുതൂഹ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അന്നല്ലദീ റഅൽ മനാമ, ഈ സ്വപ്നം കണ്ട ആള് ഹുവ ബിലാൽ ഇബ്നുൽ ഹാരിസ്, ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ആരാണ്? അഹദു സ്വഹാബത്തി, സ്വഹാബത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തന്റെ ഫതുഹുൽ ബാരിയിലും ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാ ജൗഹറുൽ മുനല്ലമിലും അതുപോലെ തന്നെ മഹാനായ ഇമാം സുബ്കി റഹ്മഹുല്ലാ ശിഫാഉസ് സഖാമിലും ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായ വൻ നിഹായയിലും ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.